എല്ലാവർക്കും നമസ്കാരം. കുറെ കണക്കിന്റെ ഗണിതശാസ്ത്രത്തിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ന്യൂമറിക്കൽ എബിലിറ്റി ഉണ്ടെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അത് ക്ലാസ്സുകൾ ഹൈസ്കൂൾ എക്സാമിനേഷൻ പ്രോബ്ലംസ് ഉണ്ട്, CBSE ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കെല്ലാം വളരെ ക്വിക്കായിട്ട് ഉത്തരം കണ്ടുപിടിക്കേണ്ടത് ചില ബാങ്ക് എക്സാമിനേഷൻ പോലെയുള്ള പരീക്ഷകൾക്ക് ആവശ്യമാണ്. ഉദാഹരണമായിട്ട് ഒരു മിനിറ്റിൽ കൂടുതൽ അതിന് സമയം എടുക്കാൻ പാടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ചിലപ്പം ചെറിയ കുട്ടികൾക്ക് ചെയ്യാവുന്നതായിരിക്കും. പക്ഷേ അത് ഇത്ര ക്വസ്റ്റ്യൻസ് ഇത്ര സമയത്തിനുള്ളിൽ തീർക്കണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ന്യൂമറിക്കൽ എബിലിറ്റി വളരെയധികം, അതുപോലെ ചെയ്യുന്ന രീതികൾ, ഞാനിവിടെ കുറച്ച് കണക്കുകൾ ചെയ്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ബാങ്ക് പരീക്ഷകൾക്ക് ചോദിച്ച ചില ചോദ്യങ്ങളാണ് കവർ ചെയ്യുന്നത്. ഇത് ചോദിക്കുന്നുണ്ട്, ഇഫ് ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%, find the percent change in its area. You know what's a square? A square is a quadrilateral with equal sides and angles. ഒരു ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾസും സൈഡും ഒക്കെ ഈക്വൽ ആണെങ്കിൽ അതിനെയാണെന്ന് പറയുന്നത് സ്ക്വയർ എന്ന് പറയുന്നത്. ആംഗിൾസ് എല്ലാം 90 ആയിരിക്കും. ഒരു സൈഡിനെ സൂചിപ്പിക്കാനുള്ള സിമ്പിൾ എ ആണെങ്കിൽ ഏരിയ വിൽ ബി എ സ്ക്വയർഡ്. ലെങ്തും ബ്രെഡ്ത്തും ഒന്ന് തന്നെ ആയതുകൊണ്ട് എ സ്ക്വയർഡ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25%. അപ്പം വെൻ എ ചേഞ്ചസ് ടു 1.25a, അതാണ് ഇവിടെ സംഭവം. 25% എന്ന് പറഞ്ഞാല് ഒരു ഭാഗം 25% കറസ്പോണ്ടിങ് ഡെസിമൽ പോയിന്റ് 0.25 അല്ലെങ്കിൽ ഫ്രാക്ഷൻ 0.25 അല്ലെങ്കിൽ ഫ്രാക്ഷണൽ പാർട്ട് 1/4 ആണ്. 25/100 1/4, 4/1. അപ്പൊ 1.25 മാറുന്നു, അല്ലെങ്കിൽ ഒരു കെ എന്ന് പറയുന്നത് 1.25a ആകുന്നു. അപ്പോഴ് ഏരിയ എന്തായിരിക്കും? ന്യൂ ഏരിയ ഈസ് ഈക്വൽ ടു 1.25a the whole square ആണ്. ഈക്വൽ ടു 125ന്റെ സ്ക്വയർ കാണാനുള്ള എളുപ്പമാർഗം, 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം കാണാനുള്ള ഒരു എളുപ്പമാർഗം നിങ്ങൾക്ക് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ക്ലാസ്സിൽ കിടപ്പുണ്ട്. എന്താണ്? 5ൽ അവസാനിക്കുന്ന സംഖ്യയുടെ വർഗം കാണാൻ വേണ്ടിയിട്ട് 5നെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള സംഖ്യ എടുക്കുക, 12. അതിന്റെ നെക്സ്റ്റ് നമ്പർ കൊണ്ട് മുടിക്കുക, 13. 12, 13, 156. അവസാനം ഈ 5ന്റെ സ്ക്വയർ അവസാനം എഴുതുക. അതാണ് 125ന്റെ സ്ക്വയർ. 2 4 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അതായത് 1.25 into 1.25 എന്ന് പറയുമ്പോൾ 4 ഡെസിമൽ പ്ലേസ് പുറകോട്ട് മാറ്റുമ്പോൾ ഇത്രയാവും. എയുടെ സ്ക്വയർ എ സ്ക്വയർ. അപ്പം 1.5625 എ സ്ക്വയർ എന്നാണ് പുതിയ ഏരിയ. അപ്പൊ ഈ ഏരിയ ഇത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പം ഇൻക്രീസ് എത്രയാണ്? ഇൻക്രീസ് ഈസ് ഈക്വൽ ടു 0.5625 പാർട്ട് ഓഫ് ദ ഫസ്റ്റ് ഏരിയ. ഇതിനെ ഡെസിമൽ പാർട്ടിലോട്ടാക്കുമ്പോൾ, അല്ല പെർസെന്റേജിലോട്ടാക്കാൻ 100 കൊണ്ട് ഗുണിച്ചാൽ മതി. 56.25 എന്ന് പറയുന്നത് 56.25% എന്ന് കിട്ടും. അപ്പൊ എ സ്ക്വയർഡ് 1.5625 എ സ്ക്വയർഡ് ആയി. ഇൻക്രീസ് എത്രയാണ്? 0.5625 ആണ്. ഇത്രയും പാർട്സ് ആണ്. അപ്പൊ 56.25% ആണ് ഇൻക്രീസ് ഇൻ ഏരിയ. അപ്പൊ പെർസെന്റേജ് ചേഞ്ച് ഇൻ ഏരിയ ഈസ് ഈക്വൽ ടു 56.25 ആണ് അതിന്റെ ആൻസർ. രണ്ടാമത് ചോദ്യം നമുക്ക് നോക്കാം. If the cost price is 80 rupees, overhead is 20 rupees and selling price is 120 rupees, then the profit percentage is, അതായത് വാങ്ങിയ വില 80 രൂപ, പിന്നെ വിറ്റ വില 120 രൂപ. പിന്നെ ഈ ഓവർഹെഡ് എന്നൊരു ഭാഗം വന്നിട്ടുണ്ട്. ചില കുട്ടികൾക്ക് മനസ്സിലായില്ല ഓവർഹെഡ് എന്താണ്. വാട്ട് ഈസ് ഓവർഹെഡ്? ഒരു കച്ചവടക്കാരന് ഒരു
ചാക്ക് സവോള 80 രൂപയ്ക്ക് എടുത്തു എന്ന് വിചാരിക്കുക. ഒരു ചാക്ക് സവോള. ഈ സവോള കോട്ടയം മാർക്കറ്റിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് ആ എടുത്തോണ്ട് വരുന്ന ട്രാൻസ്പോർട്ട് ചെയ്ത് അവന്റെ കടയിലോട്ട് കൊണ്ടുവരുന്ന ആളിന് എന്ത് കൊടുക്കണം? വണ്ടി കൂലി കൊടുക്കണം, കയറ്റിറക്ക കൂലി കൊടുക്കണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അങ്ങനെ അഡീഷണൽ ആയിട്ട് കടയിൽ സാധനം എത്തുന്നതിനുള്ള ചാർജാണ് എന്ന് പറയുന്ന ഓവർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ 80 രൂപയുടെ സാധനം മേടിക്കുമ്പോൾ അതിന്റെ കയറ്റിറക്ക കൂലി എല്ലാം കൂടെ കൂടി 20 രൂപയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് മൊത്തം അത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ കോസ്റ്റ് പ്രൈസ് ഇതല്ല. യഥാർത്ഥത്തിൽ എത്രയായിട്ട് നമ്മൾ കണക്കാക്കണം? 100 രൂപ. കാരണം ഇത് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. അതുകൊണ്ട് അവർ 100 രൂപ മുടക്കുള്ളപ്പോഴാണ് 120 രൂപ കിട്ടുന്നത്. അപ്പൊ 100 രൂപ മുടക്കുള്ളപ്പോൾ 120 രൂപ കിട്ടിക്കഴിഞ്ഞാൽ പെർസെന്റേജ് ലാഭം എത്രയാണ്? 20% ലാഭം. കാരണം 20 രൂപ കൂടുതൽ കിട്ടിയിരിക്കുന്നത്. 100ന്റെ ഭാഗത്തിനാണ് ശതമാനം എന്ന് പറയുന്നത്. 100 രൂപ മുടക്കിയപ്പോൾ 120 രൂപ കിട്ടിയാൽ 20% ലാഭം. 130 ആണെങ്കിൽ 30% ലാഭം. അപ്പം ലാഭം കണ്ടുപിടിക്കുന്നതിന് ഇത് വിറ്റ വിലയായിട്ട് ഇത് വാങ്ങിയ വിലയായിട്ട് കൂട്ടും കണക്കാക്കുമ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ 20 രൂപ ലാഭം. വാങ്ങിയ വിലയായിട്ട് ഇത് തന്നെ കൺസിഡർ ചെയ്യണം. കാരണം ചെലവ് ഇൻറ്റു 100. അങ്ങനെയാണ് പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് ബൈ കോസ്റ്റ് ഇൻറ്റു 100. അപ്പൊ ഈ പ്രോഫിറ്റ് ബൈ ടോട്ടൽ കോസ്റ്റിനകത്ത് ഈ ഓവർ ഹെഡ് ചാർജും കൂടെ കൂടും. അപ്പൊ ഓവർ ഹെഡ് ചാർജ് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, എന്താണെന്നൊരു സംശയം. അപ്പം പ്രോഫിറ്റ് പെർസെന്റ് 20 തന്നെയാണ്. അടുത്ത പ്രോബ്ലം നോക്കുക. If the cost price of 18 articles is equal to the selling price of 15 articles, what is the gain percentage? അതായത് 18 വസ്തുക്കൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച കാശ് 15 വസ്തുക്കൾ വിറ്റപ്പോൾ തന്നെ കിട്ടി. അപ്പൊ നമുക്ക് കൺസിഡർ ദ ഡീൽ of 15 articles. 15 articles sold. 15 വസ്തുക്കൾ വിൽക്കുന്നു. അപ്പോഴാണ് ലാഭം കിട്ടുന്നത്. ബാക്കിയുള്ള സാധനങ്ങൾക്ക് പിന്നെ ലാഭമുണ്ട്. 15 ആർട്ടിക്കിൾ വിറ്റ് തീർന്നു. ഈ 15 ആർട്ടിക്കിൾസ് വിറ്റ് തീർന്നപ്പോൾ അതിന് കിട്ടിയ വില എത്രയാണ്? 3 ആർട്ടിക്കിൾസിന്റെ വിലയാണ്. 3 ആർട്ടിക്കിൾസിന്റെ വിലയാണ്. അപ്പം 15 ആർട്ടിക്കിൾസ് വിൽക്കുമ്പോൾ ലാഭമായിട്ട് കിട്ടിയത് 3 ആർട്ടിക്കിളിന്റെ വിലയാണ്. അപ്പൊ പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് ഓഫ് 3 ആർട്ടിക്കിൾസ്. അപ്പൊ ആക്ച്വലി ഇവിടെ 15 എണ്ണത്തിന്റെ ഡീലേ നടന്നിട്ടുള്ളൂ. അപ്പൊ 15 എണ്ണത്തിന്റെ ഡീൽ നടന്നപ്പം 15 എണ്ണം മേടിച്ച കാശിന് 3 എണ്ണത്തിന്റെ ലാഭം കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം? പ്രോഫിറ്റ് പെർസെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 3 വസ്തുക്കളുടെ വാങ്ങിയ വില പ്രോഫിറ്റ് ആണ്. കോസ്റ്റ് പ്രൈസ് ഓഫ് 3 ആർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ 15 എണ്ണമേ വിറ്റിട്ടുള്ളൂ. അപ്പം 15 എണ്ണം വാങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യിൽ ഇപ്പം പോകുന്നുള്ളൂ. 3 എണ്ണം കടയിൽ ഇരിപ്പുണ്ട്. അപ്പം കോസ്റ്റ് പ്രൈസ് ആയിട്ട് നമുക്ക് മുടക്കുമുതലായിട്ട് എന്ത് ചെയ്താൽ മതി? കോസ്റ്റ് പ്രൈസ് ഓഫ് 15 ആർട്ടിക്കിൾസ് എടുത്താൽ മതി. 18 എടുക്കണം. ഇൻറ്റു 100 എടുത്താൽ മതി. അപ്പൊ 15 ആർട്ടിക്കിൾസ് വിറ്റപ്പോഴേ 3 ആർട്ടിക്കിളിന്റെ വില ലാഭം കിട്ടി. അപ്പൊ 15 ആർട്ടിക്കിൾസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുടക്കിയ കാശ് കൊണ്ട് വിൽപ്പന നടത്തിയപ്പം ഇത്രയും ലാഭം കിട്ടി. അപ്പം ഇത്രയും കാര്യം നമ്മളൊരു, അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് ഒരു ആർട്ടിക്കിൾ, 1 ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എക്സ് ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു 3 ബൈ എക്സ് ഇൻറ്റു 15 ഇൻറ്റു 100 എന്നാണ് ഇവിടെ വരുന്നത് പെർസെന്റേജ് കണ്ടുപിടിക്കുമ്പോൾ. അപ്പൊ ഈ എക്സ് വെട്ടിക്കളയാം. എക്സ് എന്ന് പറയുന്നത് ഒരു ആർട്ടിക്കിളിന്റെ വാങ്ങിയ വിലയാണ്. അപ്പം ഇത് 5 15 100നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 20% പ്രോഫിറ്റ് എന്ന് കിട്ടും. ഇവിടെ ഇപ്പൊ ബുദ്ധിമുട്ട് വരുന്ന എന്താണ്, സംശയം തോന്നുന്നത് എന്താണെന്ന് ചോദിച്ചാല് 15 വസ്തുക്കൾ വിൽക്കുമ്പോഴാണ് 3 വസ്തുക്കളുടെ വില ലാഭം കിട്ടുന്നത്. 3 വസ്തുക്കൾ വാങ്ങിക്കാൻ മുടക്കിയ കാശ് ലാഭം കിട്ടും. അപ്പൊ 15 വസ്തുക്കളെ യഥാർത്ഥത്തിൽ വിറ്റ് പോയിട്ടുള്ള ബാക്കി 3 വസ്തുക്കൾ കടയിരിപ്പുണ്ടാവും. 18 എന്നുള്ള ഭാഗം നമ്മള് ഇവിടെ താഴോട്ട് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അതാണ്